ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവമേറിയ പക്ഷേ അറബ് ലോകത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു മുന്നറിയിപ്പെ കുറിച്ചാണ്. അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തി. പക്ഷേ അമേരിക്കയുടെ സൗഹൃദത്തിന് എത്രത്തോളം ആയുസ്സുണ്ട്? അറബ് രാജ്യങ്ങൾ അമേരിക്കയെ വിശ്വസിച്ച് പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. എന്നാൽ ഈ സൗഹൃദം വെറും താൽക്കാലികമാണെന്നും ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ അമേരിക്ക ഈ രാജ്യങ്ങളെ വലിച്ചെറിയുമെന്നും ഒരു ശക്തമായ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആരാണ് ഈ മുന്നറിയിപ്പ് നൽകിയത്? എന്താണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം? ചരിത്രം പരിശോധിച്ചാൽ അമേരിക്ക തങ്ങളുടെ സുഹൃത്തുക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇത് വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ്. നമ്മുടെ ചർച്ചാ വിഷയമായ ആ പ്രധാന പോയിന്റിലേക്ക് വരാം. ട്രംപ് നൽകിയ മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്: അമേരിക്ക കണ്ണുമടച്ച് സഹായിക്കുന്ന അറബ് രാജ്യങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം അമേരിക്കയുടെ ആവശ്യം കഴിയുന്നത് വരെ മാത്രമേ ഈ സൗഹൃദത്തിന് ആയുസ്സുണ്ടാവൂ. കാര്യം കഴിഞ്ഞാൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവർ നിങ്ങളെ വലിച്ചെറിയും. ഇതൊരു വെറും പ്രസ്താവനയായി തള്ളിക്കളയാൻ വരട്ടെ, ഇത് പറയുന്നതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. അമേരിക്കയുടെ വിദേശ നയം എപ്പോഴും പ്രവർത്തിക്കുന്നത് അമേരിക്ക ഫസ്റ്റ്, അഥവാ അമേരിക്കയുടെ താല്പര്യം മാത്രം നോക്കുക എന്ന രീതിയിലാണ്. അവിടെ സൗഹൃദത്തിന് സ്ഥാനമില്ല, ബിസിനസ്സിനും ആധിപത്യത്തിനും മാത്രമേ സ്ഥാനമുള്ളൂ. ഈ വാദം ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ഈ മുന്നറിയിപ്പ് സത്യമാണെന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാഖ്. 1980കളിൽ ഇറാനെതിരെ യുദ്ധം ചെയ്യാനും സദ്ദാം ഹുസൈനെ സഹായിച്ചത് ഇതേ അമേരിക്കയായിരുന്നു. അന്ന് സദ്ദാം അവർക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു. എന്നാൽ ആവശ്യം കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? അതേ സദ്ദാമിനെ അവർ വില്ലനായി ചിത്രീകരിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കി. ഇനി അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കൂ. താലിബാനെതിരെ പോരാടാൻ അഫ്ഗാൻ ഭരണകൂടത്തിന് വർഷങ്ങളോളം സഹായം നൽകി. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കി അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങി. വിശ്വസിച്ച് കൂടെ നിന്നവർ നിസ്സഹായരായി പോകുന്നത് ലോകം മുഴുവൻ കണ്ടു. കുർദുകളുടെ കാര്യവും വ്യത്യസ്തമല്ല. ഐസിസിനെതിരെ പോരാടാൻ അമേരിക്ക കുർദുകളെ ഉപയോഗിച്ചു. എന്നാൽ യുദ്ധം തീർന്നപ്പോൾ തുർക്കിയുടെ ആക്രമണത്തിന് വിട്ടുകൊടുത്ത് അമേരിക്ക കൈ കഴുകി. ഈ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നേരെയും ഈ മുന്നറിയിപ്പ് വിരൽ ചൂണ്ടുന്നത്. ഇന്നത്തെ മിത്രം നാളെ ശത്രു എന്നാണ് അമേരിക്കൻ നയതന്ത്രത്തിന്റെ അടിസ്ഥാനം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് ഇത്ര ഗൗരവമായി കാണണമെന്ന് പറയുന്നത്? എണ്ണയുടെ രാഷ്ട്രീയം മാറുന്നു. പണ്ട് അമേരിക്കക്ക് അറബ് എണ്ണ അത്യാവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് അമേരിക്ക എണ്ണ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളോടുള്ള അവരുടെ ആശ്രയം കുറഞ്ഞു വരുന്നു. 2. ഇസ്രായേൽ അനുകൂല നിലപാട്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അമേരിക്ക എപ്പോഴും ഇസ്രായേലിന്റെ കൂടെയാണ് നിൽക്കാറുള്ളത്. അറബ് രാജ്യങ്ങളെ ഒരു പരിധിവരെ മാത്രമേ അവർ സംരക്ഷിക്കുകയുള്ളൂ. 3. ഏഷ്യയിലേക്കുള്ള ശ്രദ്ധ. അമേരിക്ക ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചൈനയെ നേരിടാനാണ്. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളിൽ നിന്നും പതുക്കെ പിൻവാങ്ങി ആ ബാധ്യതകൾ അറബ് രാജ്യങ്ങളുടെ തലയിൽ തന്നെ കെട്ടിവെക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. അമേരിക്കയെ സഹായിക്കുന്ന അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ ഒരു വലിയ യുദ്ധം, ഉദാഹരണത്തിന് ഇറാനുമായിട്ടോ മറ്റോ ഒരു യുദ്ധം ഉണ്ടായാൽ അതിന്റെ പോർക്കളം അമേരിക്കയല്ല, മറിച്ച് ഈ അറബ് രാജ്യങ്ങളായിരിക്കും. അമേരിക്കൻ സൈനിക താവളങ്ങൾ പല അറബ് രാജ്യങ്ങളിലുമുണ്ട്. യുദ്ധം വന്നാൽ ആദ്യത്തെ അടി വീഴുന്നത് ഈ മണ്ണിലായിരിക്കും. അന്ന് അമേരിക്ക ഒരു പക്ഷേ കപ്പലുകളിൽ സുരക്ഷിതമായി ഇരുന്ന് മിസൈലുകൾ അയക്കും. പക്ഷേ തകരുന്നത് അറബ് നഗരങ്ങളും സമ്പദ് വ്യവസ്ഥയുമായിരിക്കും. ആവശ്യം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ റോളില്ല എന്ന് പറഞ്ഞ് അവർ മടങ്ങും. ബാക്കിയാവുന്നത് തകർന്നടിഞ്ഞ രാജ്യങ്ങൾ മാത്രമായിരിക്കും. ട്രംപ് നൽകിയ ഈ മുന്നറിയിപ്പ് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. സ്വന്തം സുരക്ഷയ്ക്കും നിലനിൽപ്പിനു വേണ്ടി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് അറബ് രാജ്യങ്ങൾക്ക് ഭാവിയിൽ വലിയ തിരിച്ചടിയായേക്കാം. സ്വന്തം അയൽക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതാണോ അതോ ഏഴാം കടലിനക്കരെയുള്ള അമേരിക്കയെ വിശ്വസിക്കുന്നതാണോ ബുദ്ധി? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അറബ് രാജ്യങ്ങൾ അമേരിക്കയെ വിശ്വസിക്കുന്നത് മണ്ടത്തരമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്